സമയം രാത്രി 8 മണി. നമ്മുടെ നായിക കുളിയൊക്കെ കഴിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് വരുന്നു. ഫുൾ സ്പീഡിൽ ഫാൻ ഓണാക്കി നമ്മുടെ നായിക കട്ടിലിലേക്ക് മലർന്ന് കിടക്കുന്നു, തൻ്റെ നനഞ്ഞ മുടി കട്ടിലിൽ വിരിച്ചിട്ടുകൊണ്ട്. അങ്ങനെ കിടക്കുന്ന അവളുടെ ചിന്തകളിലേക്ക് ആ റൗഡി പയ്യൻ പറന്നെത്തുന്നു. എന്തൊരു കലിപ്പനാവൻ! ജെന്റിൽമാനാണ് പോലും. ശരിക്കും അങ്ങനെയാണോ? മോശമായൊന്നും പറഞ്ഞില്ല, മുഖത്തേക്കൊന്നും നോക്കിയില്ല, ദേഹത്ത് തൊട്ടതുമില്ല. ജെന്റിൽമാൻ? ചാടി എണീറ്റ് നമ്മുടെ നായിക കണ്ണാടി നോക്കിക്കൊണ്ട്, നീ ജെന്റിൽമാനാണോടാ? ഛേ, ഞാനെന്തൊക്കെയാ പറയുന്നേ? എനിക്ക് വേറെ പണിയൊന്നുമില്ല. അയ്യോ, നാളെ കാലത്ത് ക്ഷേത്രത്തിൽ പോകാനുള്ളതാ, അമ്മയുടെ പിറന്നാളല്ലേ. കാലത്തെണീറ്റ് നമ്മുടെ നായിക കുളിച്ചൊരുങ്ങി നല്ല ധാവണിയൊക്കെ ചുറ്റി തുളസിക്കതിരും ചൂടി ക്ഷേത്രത്തിലേക്ക് പോയി മടങ്ങി വരും വഴി കാല് തെറ്റി റോഡിൽ വീണു. എല്ലാവരും നോക്കി ചിരിച്ചു. ചമ്മി നമ്മുടെ നായിക എണീക്കാൻ പ്രയാസപ്പെടുമ്പോൾ ഒരു കൈ അവളെ പിടിച്ചെണീപ്പിക്കുന്നു. ദാ ആ റൗഡിച്ചക്കൻ. ഇതാര്? നമ്മുടെ റൗഡിച്ചിയുടെ കൂട്ടുകാരിയോ? തനിക്ക് തന്നെ പണി, എല്ലായിടത്തും സ്ഥലം മേടിച്ചിട്ടോ? ചമ്മിയ നമ്മുടെ നായിക തല താഴ്ത്തി ഒരു ചിരി. താനെന്താ വല്ല ഡാൻസ് പ്രോഗ്രാമും കഴിഞ്ഞ് വരുവാണോ? അല്ല, പിന്നെന്താ ഈ നാടോടിക്കോലത്തിൽ? നാടോടിക്കോലവോ? ഇത് ധാവണിയാ. ആണോ? സത്യം പറയാലോ, തനിക്കിത് ചേരുന്നേ ഇല്ല. ഇന്നിതൊക്കെ ആരേലും ഇടുവോ? കഞ്ഞിയോ? വെറുതെ അല്ല ജൂലി ഇവനെ തെറി പറയുന്നത്, ഇവന്റെ നാവ് ശരിയല്ല. നമ്മുടെ കൂക്കി അവളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നീ മനസ്സിൽ എന്നെ തെറി പറയുമല്ലേടി? അല്ല, ഞാൻ തെറിയൊന്നും പറയുമല്ല. ഇതെവിടെ പോയിട്ട് വരുവാ? അത് ഞാൻ ക്ഷേത്രത്തിൽ പോയതാ, ഇന്നെൻ്റെ അമ്മയുടെ ബർത്ത്ഡേയാ. ഇടറിയ ശബ്ദത്തിൽ നമ്മുടെ കൂക്കി. അമ്മ? എൻ്റെ അമ്മ. എന്തു പറ്റിയൊന്നും മിണ്ടാത്തെ? ഒന്നുമില്ല, ഞാൻ പോട്ടെ എന്നെങ്കിൽ. എന്നാ ശരി. വണ്ടി എടുത്ത് കൂക്കി പോകുന്നു. അയ്യോ, പേര് ചോദിച്ചില്ലോ. ഹേ റൗഡി! മെല്ലെ വണ്ടി നിർത്തി കൂക്കി. എന്താ വിളിച്ചത്? ഒന്നുമില്ല, പേര് പറഞ്ഞില്ല. കൂക്കി ചിരിച്ചോണ്ട്. എനിക്ക് പേരില്ല, ഇപ്പോൾ വിളിച്ചില്ലേ, ആ പേരങ്ങ് വിളിച്ചാൽ മതി. നായക മനസ്സിൽ ശരിക്കും ഇവനൊരു വട്ടം തന്നെ. മെല്ലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഹെൽമെറ്റ് വെച്ച് നമ്മുടെ കൂക്കി, ഞാൻ പോട്ടേടി റൗഡിയുടെ കൂട്ടുകാരി. ചമ്മിപ്പോയ നായിക ആരെങ്കിലും കണ്ടോ എന്ന് ചുറ്റും നോക്കിയിട്ട്, പോടാ റൗഡിച്ചക്ക. രാത്രിയിൽ കിടക്കാൻ കയറിയ നമ്മുടെ നായികയുടെ ചിന്തകളിലേക്ക്, ഇവൻ്റെ പേരെന്താ? എന്തായിരിക്കും ഇവൻ്റെ ജോലി? എന്തെങ്കിലും ആട്ടെ, പോയി കിടന്നുറങ്ങാം. പിറ്റേന്ന് കാലത്ത് അടുത്തുള്ള പുഴക്കടവിൽ വണ്ടി കഴുകുന്ന നമ്മുടെ കൂക്കി. ആ റൗഡിച്ചിയുടെ ചങ്കത്തി എൻ്റെ വണ്ടി മൊത്തം ചായ വീഴിച്ചു. എത്ര കഷ്ടപ്പെട്ട ഇതിന് വൃത്തിയാക്കുന്നത്. കൂട്ടുകാരൻ, എന്നാ മച്ചാ നിനക്ക് വട്ടായോ? തനിച്ചിരുന്നോരോന്നൊക്കെ പറയുന്നു. ഒന്നുമില്ലടാ, നീ നിന്റെ കാര്യം നോക്ക്. വണ്ടിയുടെ ഫ്രണ്ട് ടയർ തുടയ്ക്കുന്ന നമ്മുടെ കൂക്കിയുടെ ചിന്തകളിലേക്ക് അവൾ വന്നു. എന്തൊരു പൊട്ടിക്കാളി പെണ്ണ്! ഇത്രയും പേടിയുള്ള ഇവളൊക്കെ എങ്ങനെ ഈ കൊച്ചിയിൽ ജീവിക്കും? പാവം. ആരാടാ മച്ചാ പാവം? നിന്റെ അച്ഛൻ. ആഹാ, എൻ്റെ അച്ഛനോ? വായടക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് പുഴയിലേക്കൊരൊറ്റ ചാട്ടം. മുങ്ങിപ്പൊങ്ങി വരുന്ന നമ്മുടെ കൂക്കിയെ കണ്ട കടവിൽ കുളിക്കുന്ന കുട്ടിയെ, ഈ ചേട്ടായെ കാണാൻ ലുക്കല്ലേടാ? അതെ എടാ, എൻ്റെ ചേച്ചിക്ക് കൊറിയൻ നടന്മാരെ വലിയ ഇഷ്ടമാണ്. അതിലൊരു ചേട്ടനെ കണ്ട ഈ ചേട്ടായെ പോലെ ഇരിക്കുന്നേ. അവൾ ആ ചേട്ടായിനെ കെട്ടുമെന്നാ പറയുന്നേ. അമ്മയോട് ഇന്നലെ പറയുന്നത് കേട്ട്. പിറ്റേന്ന് കോളേജിൽ കെമിസ്ട്രി ലാബിൽ പ്രാക്ടിക്കൽ ചെയ്യുന്ന നായിക ജനലിലൂടെ നോക്കിയപ്പോൾ ദാ നമ്മുടെ കൂക്കി പോകുന്നു. നായിക പെട്ടെന്ന്, മിസ്, ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ റെക്കോർഡ് എടുക്കാൻ മറന്നുപോയി, എടുത്തിട്ട് വരട്ടെ. വേഗം പോയി വരൂ. ഓടിയണച്ച് നായിക നമ്മുടെ കൂക്കിയുടെ മുന്നിലേക്ക് എത്തി. ഇതാര്? റൗഡിച്ചിയുടെ കൂട്ടുകാരിയോ?
ഞാൻ എതിലേ പോയാലും നിന്നെ കാണാലോടി പെണ്ണേ. ഇവിടെയാണ് ഞാൻ പഠിക്കുന്നത്, ഫൈനൽ ഇയർ കെമിസ്ട്രി. ആഹാ, എന്താ ഇവിടെ? എൻ്റെ കൂട്ടുകാരനൊരുത്തൻ ഇവിടെയുണ്ട്. അവൻ്റെ ഹെൽമെറ്റായത്. ഇതൊന്ന് കൊടുക്കാൻ വന്നതായിരുന്നു. ആണോ? ഏത് ഡിപ്പാർട്ട്മെൻറ്റ്? അവൻ ബികോം. എന്താ അയാളുടെ പേര്? ജാക്സൺ. ഏതാ ഗിത്താറൊക്കെ വായിക്കുന്ന? ആ, അവൻ തന്നെ. അറിയാമല്ലേ? അറിയാം. ആർട്സ് ഡേക്ക് അയാളുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. ആണോ? ഇരുവരും സംസാരിച്ച് നിൽക്കെ മുകളിൽ വലിയൊരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന മരത്തിൻ്റെ കൊമ്പ് അടന്ന് വീഴുന്നു. നമ്മുടെ നായികയെ പെട്ടെന്ന് വലിച്ചു മാറ്റുന്ന കൂക്കി. ഇരുവരും തട്ടി താഴേക്ക് വീഴുന്നു. ലാ 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 ലാ. അയ്യോ കുട്ടി, എന്തെങ്കിലും പറ്റിയോ? ഇല്ല, ആ കൊമ്പിൻ്റെ ഭാഗം ഈ നെറ്റിയിലൊന്ന് കൊണ്ടതേ ഉള്ളൂ. ചെറിയ വേദനയുണ്ട്, അത്രേ ഉള്ളൂ. അയ്യോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലെന്നേ, ഒരു പ്രശ്നവുമില്ല. എല്ലാവരും ഓടിക്കൂടി. എന്തെങ്കിലും പറ്റിയോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ഇല്ലില്ല, ഒരു പ്രശ്നവുമില്ല സാർ, ഒരു പ്രോബ്ലവും ഇല്ല, കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരും മെല്ലെ നടന്നു നീങ്ങി. നടക്കും വഴി നമ്മുടെ നായിക പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. അയ്യോ, എന്താ എന്താ പറ്റിയത് കുട്ടി? അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന നമ്മുടെ കൂക്കി. ഓട്ടോറിക്ഷയിൽ അവളെ തൻ്റെ മടിയിൽ കിടത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൂക്കി. ഇടയ്ക്കിടയ്ക്ക് പാതി ബോധം വീഴുന്ന നായിക കൂക്കിയുടെ ബട്ടൺസിൽ ഇറുക്കി പിടിക്കുന്നു. ചേട്ടാ, ഒന്ന് വേഗം പോ ചേട്ടാ, വേഗം വണ്ടി വിട് ചേട്ടാ. കുട്ടി പേടിക്കണ്ട, ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. കൂക്കിയുടെ നെഞ്ചിൽ തല ചായ്ച്ച് പാതി മയങ്ങുന്ന നമ്മുടെ നായിക. 2 മണിക്കൂറുകൾക്ക് ശേഷം ആശുപത്രിയിൽ ബോധം തെളിയുന്ന നായിക. അടുത്ത് ആരെയും കാണുന്നില്ല. സിസ്റ്റർ, എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, അയാൾ എവിടെ പോയി? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് അങ്ങ് പോയത്. എഴുന്നേൽക്കുമ്പോൾ പോയിന്ന് പറയാൻ പറഞ്ഞു. ഒരു ലെറ്ററും തന്നിട്ടുണ്ട്. ഇതാ. ലെറ്ററിൽ ഇത്ര മാത്രം: തൻ്റെ ഏട്ടനെ വിവരം അറിയിച്ചിട്ടുണ്ട്, എനിക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്, ടേക്ക് കെയർ, റൗഡിച്ചിയുടെ കൂട്ടുകാരി. ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മുടെ നായിക. പിന്നീട് വീട്ടിൽ ചെന്ന് രാത്രിയിൽ കുളിക്കുന്നതിന് മുൻപ് തൻ്റെ കയ്യിലെ ബ്രേസ്ലെറ്റ് ഊരാൻ ശ്രമിക്കുന്ന നായിക. ബ്രേസ്ലെറ്റിൻ്റെ അറ്റത്ത് പുലിനഖത്തിൻ്റെ ലോക്കറ്റ്. അയ്യോ, ഇതാ റൗഡിച്ചക്കൻ്റെ അല്ലേ? ഇതെങ്ങനെ എൻ്റെ കൈ വന്നേ? ഓ, അപ്പോഴത്തെ വെപ്രാളത്തിന് എങ്ങനെയും വന്ന് പെട്ടതായിരിക്കും. പിറ്റേന്ന് മുതൽ അവളുടെ മനസ്സിൽ, ചിന്തയിൽ അവൻ മാത്രം. ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. അവനെ കണ്ടില്ല. കൂട്ടുകാരുമൊത്ത് എവിടെ പോയാലും തിരയും. തിരക്കേറിയ റോഡുകളിൽ, ക്ഷേത്ര പരിസരങ്ങളിൽ, ബസ്സിൽ, കോളേജിൽ, മാർക്കറ്റിൽ പോകുമ്പോൾ എല്ലാം അവൾ തിരഞ്ഞു. പിന്നീട് ഒരിക്കലും അവൾ അവനെ കണ്ടില്ല. തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ റൗഡിച്ചക്കൻ്റെ ഓർമ്മകൾ അവളെ വിടാതെ പിന്തുടർന്നു. അവൻ്റെ കുസൃതി നിറഞ്ഞ ചിരി അവളുടെ ഉറക്കങ്ങൾ ഇല്ലാതെയാക്കി. എന്നെങ്കിലും അവൻ തിരിച്ചു വരുമെന്ന വിശ്വാസത്തിൽ അവൻ്റെ പുലിനഖം ലോക്കറ്റ് മുറുക്കെ പിടിച്ചുകൊണ്ട് അവനായി